ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനുള്ള 10 ടിപ്സുമായിട്ടാണ് കേട്ടോ. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പില്ലേഴ്സൊക്കെ നേരെ വെക്കുക കേട്ടോ. അത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബെഡ്റൂം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അപ്പോൾ കഴുകി വെക്കാൻ ശ്രദ്ധിക്കുക. രാവിലത്തെ പാത്രം നമ്മൾ ഉച്ചക്കത്തേക്ക് മാറ്റി വെച്ച് ഉച്ചക്കത്തെയും എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് വെച്ചിരുന്നാൽ നമ്മൾ അടുക്കള വൃത്തികേടായിട്ട് കിടക്കും. അതുപോലെ തന്നെ പുറത്തുനിന്നൊരു ഗസ്റ്റൊക്കെ കയറി വന്നാൽ ഭയങ്കര മോശമാണ് നമ്മുടെ അടുക്കളയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ എല്ലാ ദിവസവും വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സുകൾ ഇപ്പോൾ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതെല്ലാ ദിവസവും വാഷ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും പിന്നെ നമ്മുടെ ടർക്കികളും ഒക്കെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ ചിലപ്പോൾ 2 ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും അലക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ അലക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഉണങ്ങുന്ന തുണികൾ മടക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് മടക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാം കൂടെ കൂട്ടിയിടാതെ നമ്മൾ അന്നന്ന് ഉണങ്ങി കിട്ടുന്നത് അന്നന്ന് മടക്കി നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് അത് വെക്കുക, അടക്കി ഒതുക്കി വെക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുള്ള വീട്ടിലൊക്കെയാണെങ്കിൽ ടോയ്സൊക്കെ വലിച്ച് വാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഇച്ചിരി വലിയ കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മളത് അടക്കി ഒതുക്കി വെക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ തന്നെ അത് ഒതുക്കി വെച്ച് വീട് ക്ലിയർ ആക്കിയെടുക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിളും ബാക്കി ടേബിൾസും ഒക്കെ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇടുക. കാരണം ചിലപ്പോൾ ബുക്കുകളും മാറ്റുകളൊക്കെ വലിച്ച് വാരിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് ഒതുക്കി വെച്ച് ടേബിളൊക്കെ തുടച്ച് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കുക വെക്കുക. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കുറേ ചാർജർ കേബിൾസും അതുപോലെ നമ്മൾ പെട്ടെന്ന് ടോർച്ചുകളോ ലൈറ്റേഴ്സോ മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. ഒരു ബോക്സിനകത്താക്കിയിട്ട് അല്ലെങ്കിൽ ഡ്രോയ്ക്കകത്താക്കിയിട്ട് ഒതുക്കി വെക്കുക, എല്ലാം കൂടെ വലിച്ച് വാരി ഇടാതെ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിലെ സിങ്കും മിറേഴ്സൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ബാത്റൂമൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. ആ കൂടെ തന്നെ നമ്മുടെ മിറേഴ്സൊക്കെ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ നമ്മുടെ മിറർ ആയാലും സിങ്ക് ആയാലും ഒക്കെ എല്ലാ ദിവസവും ക്ലീൻ ആയിട്ട് വെക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ആദ്യം കയറുന്ന റൂം ലിവിങ് റൂമാണ്. അതെപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുക. നമുക്കിപ്പോൾ സെറ്റിലെ കവറുകളൊക്കെ മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിടുക, അതൊക്കെ നല്ലൊന്ന് വിരിച്ചിടുക. അതുപോലെ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീനാണെന്ന് നോക്കുക, ഒന്ന് അടിച്ച് വരിയിടുക. അപ്പോൾ നമ്മുടെ 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാഗും അതുപോലെ തന്നെ ചെപ്പലൊക്കെ നമ്മളത് കറക്റ്റ് പൊസിഷനാക്കി എടുത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബാഗൊക്കെ നമ്മൾ ഷെൽഫിനകത്ത് അടുക്കി വെക്കുക, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. അതുപോലെ ചപ്പലൊക്കെ ആണെങ്കിൽ ചപ്പലിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ വെക്കുക. 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട് എന്നും അടിച്ച് വാരി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ എല്ലാ ദിവസവും തന്നെ അടിച്ച് വാരുകയാണെങ്കിൽ കാര്യമായിട്ട് പൊടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടിച്ച് വാരുന്ന സമയത്ത് ജസ്റ്റ് മാലയൊക്കെ ഒന്ന് തട്ടിപ്പോവുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ദിവസം ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീട് അടിച്ച് വാരി ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.